അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫയൽ അപ്ലോഡ് വണ്ണബിറ്റീസിൻ്റെ എത്രാമത്തെ ലാബ്, അഞ്ചാമത്തെ അല്ലേ, ആറാമത്തെ ലാബ്, 3, 4, 5, 6, ആറാമത്തെ ലാബാണ്. അതേതാണ് റിമോട്ട് കോഡ് എക്സിക്യൂഷൻ വിയ പോളിഗ്ലോട്ട് വെബ് ഷെൽ അപ്ലോഡ്. അതായത് ഈ ലാബ് നമുക്ക് ഓൾറെഡി വണ്ണബിൾ ആണെന്ന് അറിയാം. അതെന്തിനാണ്? ഇമേജ് അപ്ലോഡ് ഫംഗ്ഷനാണ്. ആൾട്ടോ ഇറ്റ് ചെക്ക് ദ കണ്ടന്റ് ഓഫ് ദ ഫയൽ ടു വെരിഫൈ ദാറ്റ് ഇറ്റ്സ് എ ജെന്യൂൻ ഇമേജ്. ഇറ്റ് ഈസ് സ്റ്റിൽ പോസിബിൾ ടു അപ്ലോഡ് ആൻഡ് എക്സിക്യൂട്ട് സർവർ സൈഡ് കോഡ്. അതായത് എന്താണ്, നമ്മൾ ഇതുവരെ ഉള്ളതിലൊന്നും നമുക്ക് എന്താ ഒരു പ്രോപ്പർ ഇമേജ് ആണോ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് റാൻഡം exploit.php എന്ന ഫയൽ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അതായത് exploit.php ഏതോ ഒരു ഫയൽ നെയിം .php എന്നുള്ളൊരു ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലാബിൽ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. കാരണം പ്രോപ്പറായിട്ടൊരു ഇമേജ് വാലിഡേഷൻ ചെക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഇനി എന്താണ് നോക്കി നോക്കാം, ഉണ്ടോ ജസ്റ്റ് നോക്കി നോക്കാം. അതിന് വേണ്ടിയാണ്ട് ലാബ് ഒന്ന് ആക്സസ് ചെയ്യാം. അപ്പോൾ ക്രെഡൻഷ്യൽസ് അടിച്ച് ചെയ്യുക, ജസ്റ്റ് ലോഗിൻ ചെയ്യുക. എപ്പോഴും വീണ്ടും പീറ്റർ ആയിരിക്കും അധികം ക്രെഡൻഷ്യൽസ് ഉണ്ടാവുക. എൻ്റർ അടിക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, file.php ആണ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്ലോഡ് കൊടുക്കുമ്പോൾ എന്തായി ആണോ, ഫയൽ ഈസ് നോട്ട് വാലിഡ് ഇമേജ്, സോറി ദർ വാസ് ആൻ എറർ അപ്ലോഡിങ് എ ഫയൽ. അതായത് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർ ഇമേജ് വാലിഡേഷൻ ചെക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് അതിനൊരു ഇമേജ് വേണം. അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഇമേജിൻ്റെ പേരും ജസ്റ്റ് മാറ്റുന്നത്. വലിയ പേരാണ്, chopper.jpeg. അപ്പോൾ എന്തായി, ഇനി എനിക്ക് ഇതിക്ക് എന്താണ് ഒരു PHP കണ്ടൻസ് ഇൻപുട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമുക്ക് exif tool എന്നൊരു കമാൻഡ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്യാം. ഈ കണ്ടൻറ്റ് തന്നെയാണ്, ഈ കണ്ടൻറ്റ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യണമെന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+Shift+V അടിക്കുക. ഇനി നമുക്ക് ഇതിൽ എന്താണ് നമ്മളെ ഇൻപുട്ട് ഇമേജ് കൊടുക്കണം. നമ്മളെ ഇൻപുട്ട് ഇമേജ് എന്താണ്, chopper.jpeg. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ടാബ് അടിക്കുക, chopper.jpeg സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, പോളിഗ്ലോട്ടിനൊന്നും വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് എന്ത് എടുത്തു, chopper.php എടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ PHP എക്കോ എന്നുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്തു, ഈ ഔട്ട്പുട്ട് ഫയലിലേക്ക് ഞാൻ ഇൻപുട്ട് ചെയ്തു. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് ക്യാറ്റ് വേണ്ട exif tool എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ chopper.php എന്നുള്ള സാധനം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, കേട്ടോ, കമൻ്റായിട്ട് നമ്മളിതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്, ഹോമിൽ കാർലോസ് സീക്രട്ട് എന്ന് പറഞ്ഞ ഫയൽ റീഡ് ചെയ്യാൻ നമ്മൾ കമൻ്റായിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തതിൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് ഉണ്ടല്ലോ, അത് chopper.jpg, അതിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, അതിൽ നമ്മൾ ഒരിക്കലും അത് ഇൻപുട്ട് ചെയ്തില്ല, അതൊരു പ്രോപ്പർ ഇമേജ് ആയിരുന്നു. ഇനി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും നോക്കുക. ചൂസ് ഫയൽ കൊടുക്കുക. നമ്മളെന്താണ്, ഇതാണ് ഔട്ട്പുട്ട് ഫയൽ chopper.php, ഇത് സെലക്ട് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായി, അയ്യോ എന്താ സ്ട്രീം വാലിഡേഷൻ അതാ. ഇപ്പോൾ കണ്ടു, ഫയൽ അവതാർ chopper.php ഹാസ് ബീൻ അപ്ലോഡ് ആണ്, സക്സസ്ഫുള്ളി അപ്ലോഡ് ആയി. അപ്പോൾ എന്തുള്ള ചെയ്തിരുന്നത്, അതൊരു പ്രോപ്പർ ഇമേജ് ആണോ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താണ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ടൈപ്പ് നോക്കിയിട്ടുണ്ടായില്ല. അതായത് അത് ഒരു PHP ആണോ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. PHP ആണോ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫയൽ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ ഫയൽ ജസ്റ്റ് ആക്സസ് ചെയ്ത് നോക്കാം. അതിന് അവതാറിൽ ഓപ്പൺ ഇമേജ് ഇനി ടാബ് കൊടുക്കുക. ലോഡിങ് പോയി കഴിഞ്ഞാൽ chopper.php എന്ന ഫയൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളത് കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് എൻഡ് അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ കുറേ സ്ട്രിങ്സ് ഉണ്ടല്ലോ, ഇമേജ് ഫയലാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടും എൻഡും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ സാധനം ജസ്റ്റ് കോപ്പി ചെയ്യുക, നോട്ട് പാഡ് കൊണ്ടിട്ടിടുക. ഇതാണ് നമ്മളെ കണ്ടൻറ്റ്. അതിൻ്റെ തുടക്കം ഭാഗത്തും എൻഡ് ഭാഗത്തും ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ് ആവില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്ട്രിങ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഇടങ്ങാറായിരിക്കുമല്ലോ, റാൻഡം സ്ട്രിങ്സ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ കമാൻഡ്സിൽ അറിയാൻ പറ്റുമോ,
കമാൻഡോടെയൊക്കെ ഉപയോഗിച്ച് സ്റ്റാർട്ട് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിലുള്ളതാണ് നമ്മളെ കണ്ടന്റ്. നമ്മൾ എന്ത് ചെയ്യുക, ആ ലാബ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയുണ്ട് സബ്മിറ്റ് സൊല്യൂഷൻ കൊടുക്കുക, കൺട്രോൾ അടിക്കുക. ഓക്കെ, അയ്യോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ സാധനം മാത്രം മതി. സബ്മിറ്റ് സൊല്യൂഷൻ കൊടുക്കുക, കൺട്രോൾ അടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലാബ് നമ്മൾ സക്സസ്ഫുള്ളി സോൾവ് ചെയ്തു. നമ്മളെങ്ങനെ സോൾവ് ചെയ്തു? എക്സിറ്റ് ടൂൾ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, PHPൻ്റെ കോഡ് നമ്മൾ ആ ഫയലിലേക്ക് ഇൻപുട്ട് ചെയ്തു. എന്നിട്ട് ആ ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ അതിൽ ആ ഫയൽ എക്സിക്യൂട്ട് ആയിട്ട് ആ ഹോമിൽ കാർലോസ് എന്ന ഫോൾഡറിലെ സീക്രട്ടിലുള്ള ഫയൽസിലുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്തു, ആ ഇമേജിൽ കാണിച്ചു. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ലാബ് സോൾവ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ലാബും കൂടി ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.